ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ്? 1915 ജനുവരി 9. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാരാണ്? നാനാ സാഹിബ്, ഡോക്ടർ പൽപു, കെ ഗോപാലൻ, കേളപ്പൻ. ആൻസർ ഓപ്ഷൻ ഡി, കേളപ്പൻ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്നതാരാണ്? ജോൺ റസ്കിൻ, ലിയോ ടോൾസ്റ്റോയ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ടാഗോർ. ആൻസർ ഓപ്ഷൻ ബി, ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ ഗുരുനാഥൻ, അൺ ടു ദി ലാസ്റ്റ്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ബാപ്പുജി. ആൻസർ ഓപ്ഷൻ സി, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ജോൺ റസ്കിൻ, ഗോപാലകൃഷ്ണ ഗോഖലെ, ടാഗോർ, ലിയോ ടോൾസ്റ്റോയ്. ആൻസർ ഓപ്ഷൻ ബി, ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര ആരംഭിച്ചത് എന്നാണ്? ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര ആരംഭിച്ചത് എന്നാണ്? ആൻസർ 1930 മാർച്ച് 12. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? 1942 ഓഗസ്റ്റ് 9. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? 168 ദിവസം. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാര്? മൗണ്ട് ബാറ്റൻ പ്രഭു, വിൻസ്റ്റൺ ചർച്ചിൽ, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. ആൻസർ ഓപ്ഷൻ ബി, വിൻസ്റ്റൺ ചർച്ചിൽ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവാര്? നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, JB കൃപലാനി, ടോൾസ്റ്റോയ്. ആൻസർ ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ഇംഗ്ലീഷ്, മലയാളം, ഗുജറാത്തി, ഹിന്ദി. ആൻസർ ഓപ്ഷൻ സി, ഗുജറാത്തി. ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാര്? CR ദാസ്, കെ ഗോപാലൻ, വല്ലഭായ് പട്ടേൽ, നാനാ സാഹിബ്. ആൻസർ ഓപ്ഷൻ എ, CR ദാസ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം, ചമ്പാരൻ സമരം, ഉപ്പു സത്യാഗ്രഹം, ഖേഡ സമരം. ആൻസർ ഓപ്ഷൻ എ, ക്വിറ്റ് ഇന്ത്യ സമരം. നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാര്? തായാട്ട്, കേളപ്പൻ, കെ ഗോപാലൻ, നെഹ്റു. ആൻസർ ഓപ്ഷൻ എ, തായാട്ട്. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നതാര്? ആനി ബസന്റ്, ഇന്ദിരാഗാന്ധി, ഝാൻസി റാണി, മാഡം ഭിക്കാജി കാമ. ആൻസർ ഓപ്ഷൻ ഡി, മാഡം ഭിക്കാജി കാമ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? നെഹ്റു, CR ദാസ്, ഗാന്ധിജി, JB കൃപലാനി. ആൻസർ ഓപ്ഷൻ ഡി, JB കൃപലാനി. ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ വ്യക്തിയാര്? ജവഹർലാൽ നെഹ്റു, C ശങ്കരൻ നായർ, ദാദാഭായ് നവറോജി, സുഭാഷ് ചന്ദ്രബോസ്. ആൻസർ ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? സരോജിനി നായിഡു, ആനി ബസന്റ്, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി. ആൻസർ ഓപ്ഷൻ ബി, ആനി ബസന്റ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? പിംഗലി വെങ്കയ്യ, സുബ്ബറാവു, പ്രതാപ് ഖർ, അരവിന്ദ ഘോഷ്. ആൻസർ ഓപ്ഷൻ ഡി, അരവിന്ദ ഘോഷ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാര്? സരോജിനി നായിഡു, ആനി ബസന്റ്, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി. ആൻസർ ഓപ്ഷൻ എ, സരോജിനി നായിഡു. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയതാര്? ഗാന്ധിജി, നെഹ്റു, സുബ്ബറാവു, അരവിന്ദ ഘോഷ്. ആൻസർ ഓപ്ഷൻ സി, സുബ്ബറാവു. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷമേത്? ബർദോളി സത്യാഗ്രഹം നടന്ന വർഷമേത്? ആൻസർ 1928. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാര്? ഭഗത് സിംഗ്, ഗാന്ധിജി,
സുഭാഷ് ചന്ദ്രബോസ്, രാജീവ് ഗാന്ധി. ആൻസർ ഓപ്ഷൻ എ ഭഗത് സിംഗ്. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷമേത്? രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷമേത്? 1931. ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയതാര്? ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, സരോജിനി നായിഡു. ആൻസർ ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചതാര്? ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്. ആൻസർ ഓപ്ഷൻ എ ഗാന്ധിജി. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ബാലഗംഗാധര തിലക്, രാജാറാം മോഹൻ റോയ്, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്. ആൻസർ ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആരായിരുന്നു? ബി ആർ അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, ജെ ബി കൃപലാനി, പിംഗലി വെങ്കയ്യ. ആൻസർ ഓപ്ഷൻ എ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളിയാര്? സോണിയാഗാന്ധി, സി ശങ്കരൻ നായർ, ബദ്രുദ്ദീൻ ത്യാബ്ജി, ആനി ബസന്റ്. ആൻസർ ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ. വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി, ചരൺ സിംഗ്, രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ്. ആൻസർ ഓപ്ഷൻ ഡി മൻമോഹൻ സിംഗ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? സരോജിനി നായിഡു, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി, ആനി ബസന്റ്. ആൻസർ ഓപ്ഷൻ എ സരോജിനി നായിഡു. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്നാണ്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്നാണ്? ആൻസർ 1946 ഡിസംബർ 6. നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ. ആൻസർ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? കാനിങ് പ്രഭു, മൗണ്ട് ബാറ്റൻ പ്രഭു, സുഭാഷ് ചന്ദ്രബോസ്, ദാദാഭായ് നവറോജി. ആൻസർ ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി. അടുത്തത് നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ്. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ അറിയുന്നവരെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ എഴുതാൻ മറന്നു പോകരുത്. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.